just always been a tighter rush there. I've been laid back, yeah. I don't wanna skip steps, you know that. So if you're with it, then say yeah. അങ്ങനെ നേരം പുലർന്നു. എന്നിട്ടും അവിടെ ചൂണ്ടയിട്ട് കഴിഞ്ഞിട്ടില്ല. ആൾക്കാരിതാ അവിടെ എല്ലാം നിന്നിട്ട് ചൂണ്ടയിടുന്നുണ്ട് കേട്ടോ. ഇവരൊന്നും ഉറങ്ങിയിട്ടില്ല. ആകെ ഈ 9 പേര് വന്നതിൽ ആകെ 2-3 പേര് കിടന്നുറങ്ങി. ബാക്കി എല്ലാവരും ചൂണ്ടയിടലും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുകയായിരുന്നു. അതാ കല്ലുമൊക്കെ ഇതാ കടലിൽ നിന്ന് കയറി വരികയാണ്. ഇവനൊക്കെ ഉറങ്ങിയത് കടലിലാണെന്ന് തോന്നുന്നു. കയറി വരുന്നുണ്ട്. നമ്മുടെ സ്രാങ്ക് ഇങ്ങനെ എന്തൊക്കെയോ തിരിച്ചു പോകാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കുകയാണ്. കാരണം 8 മണിയാകുമ്പോൾ നമുക്ക് തിരിച്ചവിടെ എത്തണം. ഇവിടെയൊക്കെ ഫുൾ അലമ്പായി കിടക്കുകയാണ് കേട്ടോ. നിസ്കരിക്കുന്നുണ്ട് അവിടെ ആൾക്കാർ രാവിലെ. എന്തായാലും ആൾക്കാരൊക്കെ മീൻപിടുത്തം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ വീണ്ടും മീനുകളെ പിടിച്ച് കൂട്ടിക്കൊണ്ട് കണ്ട ഒരു 10-20 കിലോ ഉണ്ടാവും അല്ലേ? എത്ര ഉണ്ടാവും? അതെ കാണിച്ച് ഇങ്ങോട്ടോ ഇങ്ങോട്ടാ ഇതാ വീണ്ടും മീനുകളെ കിട്ടി കേട്ടോ. അതൊക്കെ കയറിക്കും. എല്ലാവരും വെള്ളത്തിൽ കുളിക്ക് കേട്ടിട്ടാണ്. ഷർഫുക നീരാടുകയാണ്. തല മാത്രമേ കാണുന്നുള്ളൂ. ഇതാണ് നമ്മുടെ ദ്വീപ് കേട്ടോ. രാവിലത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് തിരിച്ച് ഫർസാൻ ദ്വീപിലേക്ക് പോകണം. അവിടുന്ന് ജിസാനിലേക്ക്. പിന്നെ നമ്മൾ നേരെ ജിസാനിൽ കുറച്ച് കാഴ്ചകൾ കാണാനുണ്ട്. അതിലൂടെ കണ്ടിട്ടാവുമ്പം നേരെ തിരിച്ച് ബാ കയറി. എല്ലാവരും ക്ഷീണിച്ചിരിക്കുകയാണ്. രാവിലെ ഉറക്കമില്ലാതെ മീൻ പിടിച്ച ആൾക്കാർ കയറാതായിരുന്നു. അങ്ങനെ ബോട്ടിൽ കയറി എല്ലാവരും അങ്ങനെ കല്ലുമാണ് മൊത്തത്തിൽ നിയന്ത്രിക്കുന്നത് കേട്ടോ. കല്ലു ഇവിടെ കോണിയൊക്കെ എടുത്ത് അകത്തോട്ട് വെച്ച് എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ കൊണ്ടുപോയതും എല്ലാ സംഭവങ്ങളും നമ്മൾ പിടിച്ച മീനുകളെ എല്ലാം കയറ്റിയത് ഇവിടെ നമ്മൾ കെട്ടിയിട്ടിരുന്ന കയറൊക്കെ ഉള്ളിലോട്ട് വലിച്ചിട്ട് എല്ലാവരും ഷർപ്പൊക്കെ ഇവിടെ ഇരുന്നിട്ട് ഭയങ്കര കത്തിയടിയാണ്. എന്തൊക്കെയോ പറയുന്നുണ്ട്. ക്ഷീണതരുമാണ്. കല്ല് വലിച്ചിട്ട് കിട്ടുന്നില്ല. കുറേ ശ്രമിച്ചിട്ടാണ് അവിടെ നിന്ന് ഇളകി കിട്ടിയത്. സംഭവം ഉഷാറാക്കി. ഇനിയും വരണം. ഇനി ഒരു വട്ടം കൂടെ വരണം. അതിന് മാത്രമുണ്ട്. നമ്മൾ കാണാത്ത കുറേ കാര്യങ്ങൾ ഇവിടെ ഇനിയുമുണ്ട്. പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ തൽക്കാലം ഇവിടെ നിന്ന് തിരിക്കാൻ വേണ്ടി പോകും. ഫോണൊക്കെ എടുത്തില്ലല്ലോ. വർഷം നമ്മളോട് എന്തായാലും കല്ല് വലിച്ചു കയറ്റി. കല്ല് മീനാണ്. കലാസിമാരെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ ഇവിടെ താഴെ കാണുമ്പോൾ കലാസിയാണെന്ന് തോന്നുന്നു.
ഞാൻ പറഞ്ഞത് തമ്മിനാണ് 8 മണിക്കൊക്കെ. എല്ലാവരും ഉണ്ട്. പല അഭ്യാസം കാണിക്കുമ്പോഴും കല്ല് കണ്ണൊക്കെ ഇറക്കി പിടിച്ച് അതിൽ പിന്നെ കമ്പിന് കെട്ടിപ്പിടിച്ച് ഇരിക്കുകയാണ് കേട്ടോ. പക്ഷെ ഇതൊന്നും ഒരു പുത്തരി അല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ താറ് ഇരിക്കുന്നുണ്ട്, അതും അവിടെ കാണാൻ പറ്റും. എന്തായാലും നല്ല രസമുണ്ട്, അയാൾ പല പരിപാടികൾ അതുകൊണ്ട് കാണിച്ചു. അങ്ങനെ നമ്മൾ കയറിയെടുത്ത് തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇവിടെ എല്ലാവരും സൈഡായി ഗർഭോ നല്ല കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് ഇരിക്കുന്ന ഇപ്പം നോക്കുക. ഷൗക്കത്ത് മോൻ ആകെ തവാനാണ്. ഒന്ന് ഉറങ്ങണല്ലോ ഷൗക്കത്തെ. നമ്മൾ കരയിലോട്ട് അടുക്കുമ്പോഴത്തേക്കും ലൈഫ് ജാക്കറ്റൊക്കെ എടുത്ത് തരും കേട്ടോ. അങ്ങോട്ട് പോയപ്പോൾ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് പോയത്. അവിടെ എത്തിക്കഴിയുമ്പോൾ നമ്മൾ ഊരി മാറ്റും. പക്ഷേ ഇവിടെ നമ്മൾ തിരിച്ചുവിടത്തുമ്പോഴത്തേക്ക് ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ട് റെഡി ആയിട്ട് നിൽക്കണം. കാരണം ഈ കോസ്റ്റ് ഗാർഡ് കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാണ്. ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ട് വേണം തിരിച്ച് കയറാൻ. അതൊക്കെ ഇട്ട് റെഡി ആയിട്ട് ഇറങ്ങാൻ എത്തിക്കണം എല്ലാവരും. കയറിയ സ്ഥലത്ത് തന്നെ അടുപ്പിച്ച് ഇനി മീനൊക്കെ തൂക്കി ഇറക്കുന്ന കാര്യം ഓർക്കുമ്പോഴാ ഇത് ഞാൻ പറഞ്ഞു അധികം പിടിക്കല്ലേ എന്ന് ഇറക്കണ്ടേ.
അപ്പൊ പിന്നെ നമുക്ക് കൈമ്പീച്ച് നടക്കാം അല്ലേ? കമാൺ. അടുക്കട്ടെ അങ്ങോട്ട് അടുക്കാനുണ്ട്. അതിനാൽ ഇത് എന്താ വേണ്ടേ? ബോക്സോ? അല്ല സമയത്തായി അതൊന്ന് പറഞ്ഞു. എടുത്താ മതി വലുത്. അടിയിൽ കിട്ടുന്നില്ല. കഴുകി വൃത്തിയാക്കി നമ്മൾ ബോക്സിലോട്ട് കയറ്റാം. തായ്പ എത്തുന്നത് നല്ല ഐസിലിട്ട് നമ്മൾ തായ്പ വരെ എത്തിക്കണം. അത് നാൽപ്പതിലുണ്ടാവും അല്ലേ? ഇവിടെ പൂച്ചകൾ വന്നിരിക്കുന്ന നോക്കി. എത്ര പൂച്ചകളാ ഒഴിഞ്ഞു മാറിയിരിക്കല്ലേ തൊടാണ്ട്. കള്ള ഐസിട് ഐസിട്ടു അധികം കുറച്ച്. പടച്ചിരുന്ന ഷെയറാക്കാണ്. ഇടയ്ക്ക് വന്നിട്ട് ഒരാള് വന്നിട്ട് വിൽക്കാനൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മള് കൊടുക്കുവോ? കഷ്ടപ്പെട്ട് പിടിച്ചല്ലേ, കൊടുക്കാൻ പറ്റുമോ? ചെറുപ്പിന്റെ നോട്ടം കാണാൻ വേണ്ടിട്ടാ. കുടിക്കാൻ വേണ്ടി തൊണ്ട കമ്മിയുണ്ട്. അത് വേണ്ട, അവിടുത്തെ ആൾക്കാരൊക്കെ നല്ലോണം വരുന്നുണ്ടല്ലേ. വാച്ച് എന്റെ വാച്ച്. അതാ ശരി ശരി ശരി. അവിടെ പൂച്ചക്ക് ഇട്ട് കൊടുക്കാനല്ലേ? ടൂളാണ്. ഇനി മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നമുക്ക് അങ്ങോട്ട് എടുക്കാൻ മതി. കറക്റ്റ് അല്ലേ? കുറച്ച് കബീറിന് കൊടുക്കുമ്പോൾ അവിടെ നിന്ന് റൈസും കൂടെ മേടിച്ചിട്ടാൽ മതി. എന്നിട്ട് അങ്ങനെ നമ്മുടെ എല്ലാ ടീമിനെ ഒന്ന് കാണട്ടെ. അപ്പോൾ ഫുർസാൻ ദ്വീപിൽ നമ്മൾ തിരിച്ചെത്തി കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് പിന്നെ ജിസാനിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഷിപ്പിൻ്റെ അങ്ങോട്ട് പോവാണ്. അപ്പോൾ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു. ഇനി
ഇനി നമ്മൾ ജിസാനിൽ കുറച്ച് കാര്യങ്ങൾ കാണാനുണ്ട്. അതൊക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ്. ഇനിയിപ്പോൾ നേരെ കൊണ്ടുപോയിട്ട് വണ്ടി കൊണ്ടുപോയി ഷിപ്പിൽ കയറ്റുന്നു. നമ്മൾ വണ്ടിയിൽ കയറുന്നു, ഷിപ്പിൽ കയറുന്നു, നമ്മൾ പോകുന്നു. അങ്ങനെ നമ്മൾ ഫെർസാനിൽ നിന്ന് വിട്ടിട്ടോ. അവിടുന്ന് തിരിച്ചു വണ്ടിയൊക്കെ കയറ്റി നമ്മളിതാ വീണ്ടും ജിസാനിലേക്ക് പോവാണ്. അപ്പോൾ ഷിപ്പ് ഇവിടുന്ന് വിട്ടിട്ടുണ്ട്. ഇനി നമ്മളൊരു 2 മണിക്കൂറും കൊണ്ട് നമ്മൾ ജിസാനിലെത്തും.